അതുല്യ എന്നോട് പറഞ്ഞു അങ്ങോട്ട് മാറിയിരുന്ന് കരയാൻ. കരയുന്നതിന് മുമ്പ് എനിക്ക് ബിഗ് ബോസ് എപ്പിസോഡ് 2 റിയാക്ഷൻ ചെയ്യണ്ടേ? ഒന്നാം ദിവസം രാവിലെ 9:05. പതിവ് പോലെ ബിഗ് ബോസ് എല്ലാവർക്കും പാട്ടിട്ട് കൊടുത്തു. ഇവിടെ എനിക്കൊന്നും പറയാനില്ല. എന്ത് പറയാനാണ്? എല്ലാരും ഡാൻസ് കളി. അടുക്കള. ഇവിടെ ഒരു കണ്ടന്റിന് സ്കോപ്പ് ഉണ്ട്. രതീഷിന് ചൊറിയാൻ ഭയങ്കര ഇഷ്ടാണ്. ഈ ജാൻമണിയാണ് രതീഷിന്റെ സ്ഥിരം വര. ബാക്കി കാണാം. എന്റെ സ്വഭാവമാണ് കേട്ടോ. എന്താ പറഞ്ഞേ? എന്റെ സ്വഭാവമാണ് കേട്ടോ. ഇത് ഏത് ഭാഷ? റോസ്റ്റ് ആക്കണമെന്നെ ഇരിക്കണം. യാ. ഞാൻ സന്നിധിയിലെ തിരിച്ച് എന്റെ മുഖത്തിലൊക്കെ സംസാരിക്കുന്ന ബാക്കി കാണാം. ഇപ്പോഴല്ലേ മനസ്സിലായേ ഈ ജാൻമണീനെ സെലക്ട് ചെയ്തത് ആ തമിഴറിയുന്ന സാഗർ ഇലിയാസ് ജാക്കിയിലെ വില്ലന്റെ ലുക്കുള്ള സെലക്ടറാണ്. വെറുതെ മലയാളം പറഞ്ഞ സമയം കളഞ്ഞു. ഇങ്ങനെ സംസാരിച്ചെങ്കിൽ അയാൾ പെട്ടെന്ന് സെലക്ട് ചെയ്തേനെ. എന്തായാലും ബാക്കി കാണാം. അയ്യോ എന്നെ ഈസി ഞാൻ എവിടെയോ തന്റെ മോന്തക്ക് തീ പിടിച്ച ഒറ്റ ആന്തല കട മുഴുവൻ കത്തിപ്പോ. ഇവിടെ പിന്നെ താടിയില്ലാത്തതുകൊണ്ട് കത്ത് പിടിക്കില്ല. ആ കടപ്പുണ്ടെങ്കിൽ വേറെ സ്ഥലത്തിലെ മാറിക്കോ. ജാൻമോനി മൈക്ക് ഓൺ ആണോ എന്ന് പരിശോധിക്കൂ. എന്തിനാ ബിഗ് ബോസ് വെറുതെ ഓഫ് ആയിരുന്ന മൈക്ക് ഓണാക്കാൻ പറഞ്ഞ? ഇതൊക്കെ ഞങ്ങക്ക് കേൾക്കാനാ? ഞാൻ 2 ടൈം വിളിച്ചേ. ഇപ്പൊ എന്നെ കൂടെ വന്നിട്ടില്ല. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. അവന്റെ സൈത്തപ്പഴ സാധനം ഞാൻ പൊട്ടിച്ച്. മനസ്സിലായ പോലെ നിക്കാം. നമുക്ക് ഇംഗ്ലീഷ് അറിയുന്ന വിചാരിച്ചോട്ടെ. പവിത്രമായി കാണുന്ന അടുപ്പിന് സിഗരറ്റ് കത്തിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല. റോക്കി ബായ് ഒരു കുത്തിത്തിരിവുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. പുള്ളിക്കാരി നീ കണ്ടില്ലേ? കണ്ടില്ല. ചോദിക്ക് രതീഷേട്ടാ, നിങ്ങൾ അടുപ്പിന്ന് സിഗരറ്റ് കത്തിച്ചാ? അതെ, ചോദിക്ക് രതീഷേട്ടാ, ചോദിക്ക്. അടുപ്പിന്ന് സിഗരറ്റ് കത്തിക്കാന്ന് പറഞ്ഞത് മോശം പരിപാടി തന്നെയാണ്. ചോദിക്കും നിങ്ങള്. ഇവിടെ ആൾക്കാർ താമസിക്കുന്നതാണ്. അത് പൊട്ടിത്തെറിക്കാൻ സിഗരറ്റ് കത്തിച്ച് അടുപ്പ് പൊട്ടിത്തെറിക്കി. ഈ മണ്ടൻ എന്തൊക്കെ മണ്ടത്തരി പറയണേ? ഗ്യാസ് പൊട്ടിത്തെറിച്ച് പോയാലോ? പൊട്ടിത്തെറിക്കേ? ഗ്യാസ് സ്റ്റൗ ശരിക്കും 18 പേരുടെ ജീവൻ വെച്ചിട്ട് കളിക്കാൻ പാടില്ല. ഓഹോ, വല്ലാത്ത കണ്ടുപിടുത്തം തന്നെ. ബാക്കി പറ. അടുപ്പൊന്ന് സിഗരറ്റ് കത്തിക്കാൻ പാടില്ല. നല്ല അന്തസ്സായിട്ടാ ചേച്ചി കത്തിച്ചിട്ട് പോയി. എന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ശരിയാവാ പറ്റും. എന്റെ പൊന്നു ചേട്ടൻ നീ കത്തിക്കണല്ലോ, ചേട്ടനൊന്നും മിണ്ടാണ്ടിരിക്കും. അടുപ്പിൽ സിഗരറ്റ് കത്തിക്കാൻ പാടില്ല, അതിനാണ് അവിടെ സ്മോക്കിംഗ് റൂം തന്നേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു പഞ്ചുണ്ടായിരുന്നു. ഇതൊരു മാതിരി മണ്ടത്തരം പറഞ്ഞിട്ടിട്ട് ന്യായീകരിക്കുക. അത് പൊട്ടിത്തെറിക്കാൻ സിഗരറ്റ് എന്താ ബോംബാ? ഗ്യാസ് പൊട്ടിത്തെറിക്ക്. ഇയാൾ എന്തൊക്കെ മണ്ടത്തരം പറയണേ? ഗ്യാസിൽ സിഗരറ്റ് കത്തിച്ചാ എത്ര അപകടം ഉണ്ടാവും? കത്തിച്ചിരിക്കണ ഗ്യാസില് സിഗരറ്റ് കത്തിച്ചാ എങ്ങനെയാ അപകടം ഉണ്ടാവണേ? അപ്പൊ സ്റ്റൗവില് ഒന്നെടുത്ത് വെക്കാൻ പാടില്ലേ? ജീവനാണ് ജീവൻ വെച്ചിട്ടാണ് കളിച്ചത്. എന്റെ പൊന്നു ചേട്ടാ കത്തിക്കണില്ല, ചേട്ടനൊന്നും മിണ്ടാണ്ടിരിക്കേ. ഒരു സിഗരറ്റ് കത്തിച്ച ജീവന് ഭീഷണിയാവുന്നു ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. ഈ ചേട്ടൻ ചിരിപ്പിച്ച് കൊല്ലും. ഞങ്ങൾക്ക് കുടുംബമുണ്ട്. ഓ, ഇയാൾക്ക് കുടുംബമുണ്ടോ? അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അടുപ്പിൽ സിഗരറ്റ് കത്തിച്ച വീട് പൊട്ടിത്തെറിക്കും. മേലാൽ ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഇനി ചെയ്യില്ല. ചേട്ടനൊന്ന് അടങ്ങ്. താൻ എന്ത് വർത്താനം പറയണത്? താൻ എന്ത് വർത്താനാ പറയണത്? ഒന്നാമത് ചെയ്യുന്ന കാര്യം തെറ്റാണെങ്കിൽ അത് തെറ്റല്ലേ? ഒന്നാമത് ചെയ്യുന്ന കാര്യം തെറ്റാണെങ്കിൽ അത് തെറ്റാണ്. അൻസിബ ആ ചോദ്യം ചെയ്തത് മോശമായി പോയി. ഇത്ര ഹൈപ്പർ ആവണെന്തിനാ പറഞ്ഞ? നമ്മളൊക്കെ ജീവനാണ് പോവാ. ജാൻമണി ഒരു കാര്യം മനസ്സിലാക്കണം. ഇനി മേലാൽ അവിടെ സിഗരറ്റ് കത്തിച്ചു പോലും കേട്ടല്ല. ജാൻമണി അത് മോശമായി പോയിട്ടാ. എന്തൊക്കെ പറയണത്? എന്താന്നൊക്കെ പറയണേ? ഇയാൾ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞന്ന് പറഞ്ഞ മോശമെന്ന്. എന്നിട്ട് താ 3 എണ്ണം പറയണം. എന്തായാലും ഇത് കൊള്ളാം. രതീഷ് ധൈര്യം ഉണ്ടെങ്കിൽ മലയാളത്തിൽ പറയടി. ജാൻമണി സബ് ടൈറ്റിൽസ് കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്തിരി എളുപ്പമുണ്ടായിരുന്നു. ബിഗ് ബോസ് അടുത്ത എപ്പിസോഡ് തൊട്ട് സബ് ടൈറ്റിൽസ് കൊടുത്തോളൂ. ഈ കുട്ടി എന്നെ കൊറനായിട്ട് നോക്കുന്നു. സോറി, ഞാൻ ബുക്കിടാ. സംഭവം ആളിത്തിരി വെറുപ്പിക്കലാണെങ്കിലും ഈ കുഞ്ഞിക്കോനം ചെയ്തത് രസമുണ്ടായിരുന്നു. ഈ കൊതുകിന് മൂക്കിപ്പൊടി കൊടുത്തതുപോലെ ഈ ഋഷി എന്ത് ഈ കിടന്ന് കാണിക്കുന്നത്? ഓക്കെ, അമിതാഭ് ബച്ചനാണോ? ഓക്കെ ശരി. ശ്രീരേഖ നാച്ചുറൽ ആയിട്ട് ഞെട്ടണതാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് ഇത്തിരി ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സംസ്ഥാന അവാർഡ് കിട്ടിയതല്ലേ, ഇത്തിരി എക്സ്പ്രഷൻ ഒക്കെ കയ്യിൽ നിന്നിട്ടാലേ കാര്യമുള്ളൂ. കുഴപ്പമില്ല, പോട്ടെ. വീട് എങ്ങനെയുണ്ട്? ഭയങ്കര രസമായിട്ടുണ്ട്, ഭയങ്കര പോസിറ്റീവ് വൈബാണ്.
പോസിറ്റീവ് വൈബാ. അതെ അതെ. അതിനുശേഷം ഇവർക്കൊരു ടാസ്ക് കൊടുത്തു. ക്യാപ്റ്റൻ ആവാനുള്ള ടാസ്ക് ആണ്. അപ്പൊ ഒരു ചെളിയുടെ സ്പേസ് ഉണ്ടാവും, അതിൽ കുറച്ച് ബോളുകൾ ഉണ്ടാവും. റെഡ് ലൈറ്റ് കത്തുമ്പോൾ അതിൽ നിൽക്കാൻ പാടില്ല. ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ അതിൽ നിന്ന് ബോൾ എടുത്ത് കൊട്ടയെ ഇടണം. റെഡ് ലൈറ്റ് കത്തുമ്പോൾ അതിൽ നിൽക്കുന്നവർ ഔട്ട് ആവും. ഇതായിരുന്നു ടാസ്ക്. ആ ടാസ്കിൽ കാര്യങ്ങൾ നമുക്ക് ബാക്കി കാണാം. ഇയാൾ എന്തിനാ ആവശ്യമില്ലാണ്ട് കിടന്ന് വെച്ചിരിക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങക്ക് മനസ്സിലായോ? ജാസ്മിൻ പുല്ല്. എനിക്ക് ഡയലോഗ് പറയാൻ ഇയാൾ സമ്മതിക്കണില്ല. ഇയാൾ എന്തിനാ അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഡയലോഗ് പറയാം? ഒന്ന് എനിക്ക് പറയാൻ അവസരം തരുമോ? അടിക്കൂ കുമാരേട്ടാ. ഹലോ ഹലോ ഈ ബിഗ് ബോസ് നശിപ്പിച്ച് ഒരു അടി പൊട്ടണ സീനായിരുന്നത്. തല്ലി നോക്കടാ. വലിയ തല്ലപ്പുറത്ത് നടക്കാണ്. വേറൊരു കോമഡി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ബിഗ് ബോസിന്റെ ഈ പാർലമെന്റിൽ എന്താ പ്രശ്നം? ഈ ചേട്ടൻ എന്തോ കാര്യമായിട്ട് പറയുന്നു. ഇനി കൂടുതൽ ആയിപ്പോണ്. അങ്ങനെ ഗെയിമിലെ ക്യാപ്റ്റനായിട്ട് അർജുനെ സെലക്ട് ചെയ്തു. അതിനുശേഷം നോമിനേഷൻ ആയിരുന്നു. അതിനുശേഷം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നു. ഓക്കെ, എന്ത് പറ്റി അവിടെ? ഒരു സെക്കൻഡ്. നമ്മുടെ ജിൻഡോ ചേട്ടൻ ഒന്ന് പറയാനിട്ടാ. പറയട്ടാ. രാവിലെ ചായ ഉണ്ടാക്കിയതാരാ? ചായ വളരെ മോശമായിരുന്നു. ഇന്നത്തെ ചായ യമന ചേച്ചി ആരാ ചായ ഉണ്ടാക്കിയത്? ഞാനാണ്. ചായ മോശമായിരുന്നു. അത് ശരി. ഞങ്ങൾ ചായ കുടിച്ചൊക്കെ വളരെ മോശമായിരുന്നു. ജിൻഡോ ചേട്ടൻ നോമിനേഷനിലുണ്ട്. ജിൻഡോ. അതിനുശേഷം പുള്ളിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയാന്ന് തോന്നുന്നു ഇങ്ങനെ ഇരുന്ന് മണ്ടത്തരങ്ങൾ പറയുന്നത്. ഈ ചില പണിക്കാരന്മാർ കയറിയിട്ടില്ലേ, അവരെല്ലാവരും നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാം. പണിക്കാര് കയറിയിട്ടില്ലേ, അവരോട് നല്ല ഫുഡ് ഉണ്ടാക്കി തരാൻ പറയാൻ. എന്താണിത്? നീ അതെ, ഉണ്ടാക്കാൻ അറിയാണ്ട് നീ എന്തിനാ കയറിയ? ഫുഡിനകത്ത് കാര്യം ജാസ്മിൻ ഇതെന്ത് മലര്? ഈ ചാടി കയറണല്ലോ. പുള്ളിനോട് പിന്നെ ആരും എതിർത്ത് സംസാരിക്കില്ല. മസിലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുള്ളൂ. എല്ലാവരും ആദ്യം ഒന്ന് പകച്ചു നിന്നുപോയി. പിന്നെയാണ് ഓർത്തത് ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് പ്രതികരിക്കണമെന്ന്. അപ്പോഴേക്കും ഓരോരുത്തർ പ്രതികരിച്ചു തുടങ്ങി. ബാക്കി കാണാൻ ചേട്ടൻ ഉണ്ടാക്കോ? ഞാൻ ഉണ്ടാക്കും. അന്ന് ഉണ്ടാക്കിക്കോടോ. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും. ലാലേട്ടാ, നമ്മുടെ ജിൻഡോ ചേട്ടൻ മറ്റേ കണ്ണന്തേവന്റെ ഒരു ചായ കൊടുത്തേ. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും അല്ലേ മനെ? അങ്ങനെയല്ലേ? അപ്പൊ നല്ല ചായ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഒരു ചായ കണ്ണന്തേവന്റെ ഒന്ന് ഇട്ട് കൊടുത്തോളൂ. ഞായറാഴ്ച വരുമ്പോ ലാലേട്ടൻ ചായ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചാനല്ലോടോ. എന്താ ചേട്ടാ ഇരുന്നാ കാണാൻ പറ്റില്ലേ? പൊന്നിഷാൻ അതാളുടെ ടോണാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ? അങ്ങനെ പറ, അല്ലെങ്കിൽ ചേട്ടൻ നോണ പറയാന്ന് വിചാരിക്കും. അപ്പൊ നല്ല ചായ ഉണ്ടാക്കാൻ ശ്രമിക്കാം. എനിക്ക് എങ്ങനെ ചെയ്യണ്ട? ശരി എന്നാ, ഓക്കെ ബൈ. ബിഗ് ബോസ് അങ്ങനെ ചെയ്യുന്ന എന്റെ ഇത് കഴിഞ്ഞാവോ? പ്ലീസ്. ഇല്ലേ? അപ്പൊ നല്ല ചായ ഉണ്ടാക്കാൻ ശ്രമിക്കാം.